ഈ തോറ്റ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് തോറ്റു ഇലക്ഷനിൽ. ചിലരൊക്കെ എനിക്ക് എൻ്റെ 220 വോട്ടേ കിട്ടിയുള്ളൂ എന്നൊക്കെ അങ്ങ് ചോദിക്കുക. അത്രേ ഉള്ളൂ, 1000 പോലും കിട്ടിയില്ലേന്ന്. ഈ തോറ്റ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇവരങ്ങ് മത്സരിച്ചങ്ങ് തോക്കുക. ഇവരാരോടും മത്സരിക്കുകയായിരുന്നു. അവരൊരുപാട് പൈസ മുടക്കി, നാട് നിങ്ങളെ പോസ്റ്റർ ഒട്ടിച്ചു, ബാനർ കെട്ടി, അനൗൺസ്മെന്റ്, പാർട്ടി. ഓ അയ്യോ എന്നാ പാർട്ടിയാ, എല്ലാം വലിയ പാർട്ടിക്കാരാ. ഒരു നാഷണൽ പാർട്ടി, ലോക്കൽ പാർട്ടി, ടീ പാർട്ടി, അങ്ങനെ റേവ് പാർട്ടി, അങ്ങനെ പല പാർട്ടിക്കാരും മത്സരിക്കുക. എല്ലാവരും ഒരേപോലെ കെട്ടിവെച്ച തുക മാത്രമേ ഞാൻ കെട്ടിവെച്ചിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലൊരു 19 വീഡിയോ ഇട്ടു. പിന്നെ ന്യൂസിലൊക്കെ വന്ന് അങ്ങനെ ആരോ കണ്ടു. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്തോ ഇഷ്ടപ്പെട്ടപ്പോൾ ആരാന്ന് പോലും അറിയത്തില്ല. ഞാൻ ആരോടും വോട്ടും ചോദിച്ചില്ല. അപ്പൊ ഒരുപാടുപ്പെട്ടവരൊന്നും അറിഞ്ഞു പോലും ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഇലക്ഷൻ നയിക്കുന്നത്. ചില ആളുകൾ അറിഞ്ഞില്ലെന്നാ പറയാം. അതിനകത്തുനിന്ന് കുറച്ച് പേര്, 220 പേര്, 1 രൂപ മുടക്കാതെ, അങ്ങനെ ഈ പറഞ്ഞ അഭ്യാസം ഒന്നും കാണിക്കാതെ ഇത്രയും പേരൊക്കെ വോട്ട് ചെയ്തപ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ഈ നഷ്ടമുണ്ടല്ലോ, നഷ്ടം, ഈ പറഞ്ഞ തോറ്റ പുള്ളികൾ ഉണ്ടാക്കിയ നഷ്ടം ഒന്ന് ആലോചിക്കും നിങ്ങൾ. എത്ര വോട്ടിനാണെങ്കിലും തോറ്റ തന്നെ. അതിനകത്ത് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് വോട്ടേ കിട്ടിയുള്ളെങ്കിൽ അതിനകത്ത് എനിക്ക് ആകപ്പാടെ ഉണ്ടാകുന്നത് കുറച്ച് നഷ്ടം ഇല്ലാതായി എന്നുള്ളത്, നഷ്ടം ഉണ്ടാക്കിയില്ലെന്നുള്ളതാണ്. പിന്നെ ഈ കിടന്ന് കാട്ടിക്കൂട്ടിയ അഭ്യാസവും കച്ചറയും ഞാൻ ആലോചിക്കുവാന്നേ. ഈ പാർട്ടിക്കാരൊക്കെ എന്ത് നോക്കിയിരിക്കുക, എന്നെ പിടിച്ച വല്ല പാർട്ടികളെല്ലാം നിർത്തിയിരുന്നേ ഞാൻ ഈ പൈസ മുടക്കാതെ ജയിച്ചു കാണിക്കാതെ. വേറെ പോസ്റ്റർ ഒന്നുമില്ല. അയ്യോ കഷ്ടം. ഈ BJPയുടെ കുറെ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഖിൽമാരാറ് ഡോക്ടറോവിനൊക്കെ പിടിച്ചിരുത്തിയിട്ട് BJPയുടെ വോട്ടൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല ഇവനൊക്കെ എന്ത് വിലയാ? ഈ ഊളത്തിനും പറഞ്ഞു നടക്കുന്ന മണ്ടന്മാരൊക്കെ പിടിച്ച് ഇലക്ഷൻ നിർത്തുന്ന എന്തൊരു ഗതികേടാ. BJPക്ക് കൊള്ളാവുന്ന കാൻഡിഡേറ്റ് ഇല്ലേ? ഞാൻ പണ്ടും പറഞ്ഞത് BJP ഒന്നും ചെയ്യണ്ട. BJP ജസ്റ്റ് നല്ല കാൻഡിഡേറ്റ്സ് നിർത്തിയിട്ട് മിണ്ടായിരുന്ന ജയിച്ചു പോകും. കാരണം അതുപോലെ വെറുപ്പിക്കുമല്ലേ എല്ലാം കൂടി. ഇപ്പൊ കണ്ടോണം, അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതലാ. ഇപ്പൊ ഈ പിണറായി വിജയൻ സർക്കാരിനോടുള്ള വെറുപ്പ് കാരണം കോൺഗ്രസിന് കുറെ പേര് വോട്ട് ചെയ്തു. അങ്ങനെ വെറുപ്പിച്ച്, എല്ലാരെയും വെറുപ്പിച്ച്, പാർട്ടിക്കാരടക്കം വെറുത്ത്. എങ്ങനെയാണെന്നറിയത്തില്ല ഈ വെറുപ്പുണ്ടാക്കിയത്. അങ്ങനെ പല പ്രശ്നങ്ങളായി ഈ പ്രാവശ്യം. അതുകൊണ്ട് കോൺഗ്രസ് അങ്ങ് വോട്ട് ചെയ്ത് എല്ലാവരും അങ്ങ് ജയിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. 10 വർഷം ഒന്നും ചെയ്തില്ല. ഒരനക്കവും ഇല്ല. BJPക്കാരൊന്നും ഇല്ല, ശബരിമലയുടെ പുറകെങ്കിലും പോകുന്നുണ്ട്. ഇവരെ ഒന്നും കാണാൻ പോയില്ല. ഇവർക്ക് എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് ആ ഇലക്ഷൻ അടുത്തപ്പോൾ കിടന്ന് കാട്ടിക്കൂട്ടിയ കുറെ നമ്പറുകളുണ്ട്. അവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല, നല്ല തന്നെ ചിലപ്പോൾ ഇതങ്ങ് ജയിച്ചു പോയാൽ. ഇനി വരാൻ പോകുന്നത് മാസ് വെറുപ്പീര. ഇതുവരെ കണ്ട വെറുപ്പീരിനേക്കാളും ടോപ്പ് വെറുപ്പീര വരാൻ പോകുന്നത്. അപ്പൊ ഈ അടുത്ത 5 വർഷം എന്ന് പറയുന്നതിനിടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമരങ്ങൾ ഉണ്ടാക്കും, മറ്റുണ്ടാക്കും, മറിച്ചുണ്ടാക്കും. ജലപീരങ്കികൾക്കൊക്കെ ഇനി പണിയാണ് പോലീസുകാരുടെ. അപ്പോ ഇനി എന്റർടൈൻമെന്റ് ആണ്. ഇനി പൊളിറ്റിക്കൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പരിപാടി ശരിക്കും നടക്കാൻ പോവുക. നേരത്തെ ഇങ്ങനെ ആരും ഒന്നും പറയാനില്ല, എടുക്കാനില്ല, ആകപ്പാടെ ഒരു അടി കണ്ടത് ശബരിമലയല്ല. അല്ലാതെ ഒരു രസമുള്ള പരിപാടികളൊന്നുമില്ല. ജലപീരങ്കികൾക്ക് പണിയില്ലാതിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആ സെക്രട്ടേറിയറ്റിന്റെ അവിടെയൊക്കെ ശൂന്യം. അവിടെ ഏതോ പട്ടി വെട്ടി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ അങ്ങനല്ല. ഇനി വരാൻ പോകുന്നത് കുറച്ചുകൂടെ. ഇനിയിപ്പോ എവിടെ ഇറാനിലെ യുദ്ധം, അതിന്റെ പേരിൽ ഹർത്താൽ അല്ലേ, വേണ്ട സമരം, എന്തൊക്കെയൊക്കെ നടക്കും. പ്രകടനമൊക്കെ ഇഷ്ടം പോലെ നടക്കും. അതിനിടയ്ക്ക് ട്രംപ് കാരണം ഇവിടെ ഒത്തിരി സ്കൂൾ അവധികളൊക്കെ കിട്ടാൻ പോവുക. പിന്നെ ഇവിടുത്തെ വിലക്കയറ്റം, പെട്രോളിന്റെ വില, ഗ്യാസ് ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അങ്ങനെ ചെയ്താൽ ഭയങ്കര നാണക്കേടായിരിക്കും. അത് വീണ്ടും ഒരു പരാജയത്തിലേക്ക് എത്തിക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെടാൻ പോകുന്ന ഒരു ഏരിയയാണ്. BJPക്ക് അടുത്ത പ്രാവശ്യം നല്ല 1-ാം ചാൻസ്. ഒന്നും ചെയ്യണ്ട, ഈ കാൻഡിഡേറ്റ്സിനെ നേരത്തെ ഒന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇവർ സമരത്തിന്റെ കൂട്ടത്തിൽ പ്രതിഷേധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തു കൊടുത്താൽ തന്നെ ഈ ടേം കഴിയുമ്പോൾ BJPക്ക് കേരളത്തിൽ ഇപ്പൊ 2 ആണെങ്കിൽ അടുത്ത പ്രാവശ്യം മിനിമം ഒരു 6 സീറ്റ് പിടിക്കാൻ പറ്റും കൃത്യമായിട്ട്. ഈ പിഷാരടിയെ പോലത്തുള്ളവരെ എതിരായിട്ട് ശോഭാ സുരേന്ദ്രനൊക്കെ നിർത്തിക്കൊണ്ടാണ് തോറ്റത് അവിടെ. ഇല്ലാന്നെ പിഷാരടിയെ അവർ അടിച്ചു വാരി ദൂരെ കളഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ? അപ്പൊ ആ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്തെടുത്ത് അവർക്ക് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനാ ഇവരിങ്ങനെ പൈസ ചെലവാക്കിയിട്ട് മണ്ടന്മാരെ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിർത്തി നാണം കിടന്നതെന്നാണ് മനസ്സിലാവാത്തത്. കുറച്ചുകൂടി കൊള്ളാവുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ ജയിച്ചവർ 2 പേരും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പാർട്ടീസ് ആണ്. BJPയുടെ ജയിച്ച കാൻഡിഡേറ്റ് ഇവിടെ അനു ആന്റണിക്ക് 2-ാം സ്ഥാനം വരെ കിട്ടി തിരുവല്ലയിൽ. അതിന് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്ഥലത്ത് BJPയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലാതെ കാൻഡിഡേറ്റ് മോശമായതുകൊണ്ടല്ല, നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരവും
എങ്ങനെയും ഇപ്പോൾ BJP ജയിപ്പിക്കാൻ തിരുവല്ലക്കാർ സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാർ ഒരുപാടുള്ള മർത്തോമയും ഓർത്തഡോക്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. അപ്പോൾ അതുകൊണ്ട് അവർ അനു ആന്റണിയെ അങ്ങനെ എടുത്തില്ല. സാധ്യത കുറവായിരുന്നു, പക്ഷെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ BJP എങ്ങാനും വല്ല അധികാരത്തിൽ വരുമെന്ന് തോന്നിയാൽ തിരുവല്ലയല്ല എല്ലാവരും എടുത്ത് പിന്നെ BJP അങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ ഇവിടെ. അതിന് ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ സുരേഷ് ഗോപിയെ വെച്ചിട്ടുള്ള ഈ അലമ്പും അതുപോലെ തന്നെ ഈ മാധവും ഈ അളിഞ്ഞ തീട്ട കേസുകൾ ഡീൽ ചെയ്യലൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നല്ല സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് ടീമിൽ നിന്നും ആള് പോയി, മനസ്സിലായി. ഇനിയിപ്പോൾ ഇവന്മാരുടെ നടി ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തമാശയായിരിക്കും, കോമഡി ആയിരിക്കും. ഇനി മൊത്തം കോമഡിയാ. ഇനി ഒരു 5 വർഷം എന്ന് പറയുന്നത് നല്ല കോമഡിയാ. അത് സീരിയസ് ആയിട്ട് ആരും എടുക്കരുത് കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇവർ കോമഡി കാണിക്കാൻ പോകുന്നത്. അല്ല, നിങ്ങൾ നോക്കൂ, വെറുതെ പറയുന്നതല്ല, ഇത് എല്ലാവർക്കും അറിയാത്. പക്ഷെ എന്നാൽ പോലും ഇത്രയും പന്ന കാൻഡിഡേറ്റ്സിനൊക്കെ പിടിച്ച് നിർത്തി ജയിപ്പിച്ചിട്ട് ജയിച്ച് വരണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുള്ളൂ, ഈ ഭരണത്തോടുള്ള വിരോധം. അത് പലയിടത്തും നോട്ടയ്ക്കൊക്കെ പാർട്ടിക്കാരെ തന്നെ വോട്ട് ചെയ്ത് പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ നോട്ടയ്ക്കാണ് വോട്ട് കൂടുതൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് പേര് പാർട്ടി വിട്ടുപോയി. CPM പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിലൊക്കെ ആക്കി. മൊത്തത്തിൽ ഇനിയിപ്പോൾ പാർട്ടി പരിപാടിയൊക്കെ കണക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം തിരുവല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നെയാണ്. ഞാനായിരിക്കും ഇനി ഇവിടെ അടുത്ത ഒരു ശക്തനായ പോരാളി എന്ന നിലയ്ക്ക്, മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ഒരുപാട് വോട്ട് എല്ലാവരും എന്നെ ജയിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്വതന്ത്രനായിട്ട് ഒന്ന് ജയിച്ചാലുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ നിൽക്കാന്നേ, കേന്ദ്രമായിട്ട് വേണമെങ്കിലും കൈ കൊടുക്കാം. ഇവിടെ അത് വികസനമല്ല, വികസനം കൊണ്ടുവരാൻ പറ്റും, മനസ്സിലായോ? അതുകൂടാതെ ചിലപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പാർട്ടി അങ്ങ് ഉണ്ടാക്കിയാലൊന്ന് ആലോചിക്കും. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പവർ വേറെയാണ്. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിനെ പോലെ അല്ല ഇവർ ഇതിനെ കാണുന്നത്. ഇപ്പൊ 2020 ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്താ ഇത് കാണിക്കുന്നത്? നമ്മളെങ്ങാനും പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, സൂപ്പർ കാൻഡിഡേറ്റ്സ് കിടില സാധനങ്ങൾ ഇറക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഏതായാലും തീരുമാനിച്ചേക്കുക, എല്ലാ മണ്ഡലത്തിലും 2036 ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 150 മണ്ഡലത്തിലും ഞാൻ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തിയിരിക്കും. അത് യാതൊരു സംശയം വേണ്ട. വിജയുടെ ഒരുപാട് പൈസ ഉണ്ടാകും, എൻ്റെ അത്ര കാശില്ലാത്തതുകൊണ്ട് കാശ് വെച്ചിട്ടുള്ള കളി ഇവിടെ നടക്കത്തില്ല കേരളത്തിൽ, ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, പല്ല് ഉപയോഗിക്കണം. എനിക്കിത് രണ്ടും ഉണ്ട്. വലിയ പല്ലുണ്ട്, കുറെ ബുദ്ധിയുണ്ട്. പിന്നെ മുടി ഉപയോഗിക്കുക, മുടി താടി. മുടി ചിലപ്പോൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അത് വേണ്ട. ബുദ്ധിയും പല്ലും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റത്തില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അടുത്ത പ്രാവശ്യം 5 വർഷം കൊണ്ട് ഇവിടെ നമ്മളൊരു കളി കളിക്കും, എന്നിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ നോക്കൂ, ഞാനിപ്പോൾ കൂടുതൽ സമയം തിരുവല്ലയിലുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം ആയി. ഇവിടെ ഒന്നും അങ്ങനെ വലിയ കമ്പനിയോ കറക്കോ ഒന്നും ഇല്ല, ആൾക്കാരുടെ അങ്ങനെ അടുത്തിടപെടലില്ല. പിന്നെ ഞാനിവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് എൻ്റെ പ്രചരണം തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അറിയുമല്ലോ. അല്ല, ഞാനിങ്ങനെ ഓരോ ഘട്ടമായിട്ട് വന്നിരുന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഫണ്ണില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, തോറ്റണ്ടല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നടക്കും, ഇവിടെ പല കാര്യങ്ങൾ ചെയ്യും. ഇനി ഇവിടെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ കുറച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇവന്റ്സ് നടത്തുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് നമ്മുടെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന കാണിക്കാം എന്ന് കരുതിയിട്ടാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ആലോചിച്ചത്. അപ്പോൾ ഇനി മുതൽ പാർട്ടിയൊക്കെ ട്രാൻസ്പെറന്റ് ആവാൻ പറയുമ്പോൾ അവസ്ഥയൊന്നും നോക്കി, നമുക്കും പാർട്ടിക്ക് ഫണ്ടുണ്ടാവും, ആളുകളുണ്ടാവും, പ്രവർത്തനങ്ങളുണ്ടാവും, എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കണമെന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇലക്ഷൻ ഒരിക്കലും ഇങ്ങനെയല്ല നടക്കണ്ടേ. ഈ രണ്ട് ഇലക്ഷൻ നടക്കണം നമ്മളിവിടെ. 3 കാൻഡിഡേറ്റ്സോ 5 കാൻഡിഡേറ്റ്സോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 2 ഇലക്ഷനാണ് വേണ്ടത്. 2 പ്രാവശ്യം ആളുകൾ വോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബൂത്തിലൊക്കെ പോയി വോട്ട് ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ആധാർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ നിന്ന് എന്തെങ്കിലും OTP വിട്ട് വോട്ട് മേടിക്കുക, അല്ലെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതില്ലാത്തടത്താണെങ്കിൽ, ഫോൺ ഇല്ലാത്തവർ ആരെയും നമ്മളിനി ഉണ്ടാക്കാൻ എല്ലാവരും ഒരു ഫോൺ മേടിച്ചാൽ കൊടുത്തേക്കണം. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്നും കരുതിക്കോ. ഓരോരുത്തരുടെയും ഫോൺ വേണമെന്നുള്ളത്, എല്ലാവരുടെയും ഫോൺ വേണം. വീടില്ലെങ്കിലും ഫോൺ വേണം, എന്നാലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ ഒരു നിവൃത്തിയില്ലെങ്കിൽ വളരെ കുറച്ച് പേരുടെ ഫോൺ ഉണ്ടാകത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും സംവിധാനം, തപാൽ വകുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്യത്തില്ല. ഇപ്പൊ നമ്മൾ തപാൽ വോട്ട്, ഈ തപാൽ വോട്ടിന്റെ ഒക്കെ ആവശ്യം എന്താ? ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ഇരുന്നിട്ടാണെങ്കിലും അയാൾക്ക് ഇവിടെ റേഷൻ കാർഡിൽ പേരോ ഒരു ആധാർ കാർഡോ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനായിട്ട് കിണേ 3 ഞെക്കിയാൽ മതി. അങ്ങനെയുള്ളപ്പോൾ 2 വോട്ട് ചെയ്യാൻ പറ്റും. അന്ന് തന്നെ റിസൾട്ട്, ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ടും വരാൻ പറ്റും. അത്ര സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിനെയാണ് ഈ വഷളാക്കി വളച്ചൊടിച്ച് ഒരുമാതിരി എന്തോരം കാശ ഇവർ കളയുന്നത്. മാത്രമല്ല, ഈ കാൻഡിഡേറ്റ്സ് കിടന്ന് ഈ ഫോട്ടോട്ടിക്കലും ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഇത്രയും കോടികളൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഈ ആപ്പിൽ കൂടെ പ്രചരിപ്പിച്ചോ, അല്ലെ വാർത്തയ്ക്കകത്ത് മതി. പിന്നെ ഈ കാൻഡിഡേറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഞെക്കുന്നു, ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്, പ്രകടന പത്രിക, വീഡിയോ ആണ് വീഡിയോ, എന്തെങ്കിലും പ്രസന്റേഷൻ അവിടെ വെച്ചേക്കുക. അപ്പോൾ അവർ 3, 4, 5 കാൻഡിഡേറ്റ് എന്താ പറഞ്ഞതെന്നൊരു വോട്ടർ നോക്കുന്നു, അയാൾ എന്നിട്ട് വോട്ട് ചെയ്യുന്നു. എന്ത് ഈസിയാ അതിനാണ്.
ഇത് ഉടായിപ്പോ മൊത്തത്തിലൊരു സുഖമില്ലാത്ത ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ വോട്ട് ചെയ്യുന്നത് ആർക്കാന്ന് പറയാൻ പോലും മടിയും പേടിയുമാണ്. അയാൾ അങ്ങനെ എങ്ങാനും പറഞ്ഞു പോയാൽ ആ പക്ഷാഭേദം അല്ലെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റം, നമ്മളുടെ കാര്യങ്ങൾ നടക്കാതെ വരും, നമ്മളോട് വിരോധം ഉണ്ടാവും എന്നൊക്കെ പേടിച്ചാണ് ഇവിടെ ഓരോരുത്തർ നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥ എന്താണ് ശരിക്കുള്ള. എല്ലാവർക്കും അറിയാതെ, നിങ്ങൾ ആരും പറയത്തില്ല ആർക്കാ വോട്ട് ചെയ്തെന്ന്, പലരും പറയത്തില്ല, പറയുന്നവരുണ്ട്. ഇപ്പൊ എനിക്ക് ആരൊക്കെ വോട്ട് ചെയ്യുന്നുള്ളത്, എനിക്ക് ഞാനും എന്റെ അമ്മയും വോട്ട് ചെയ്തത് എനിക്കാന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ബാക്കിയുള്ളവർക്ക് അത് പറയാൻ പറ്റാത്ത? ഇപ്പോ ഓരോ സ്ഥാനാർത്ഥിയുടെ ഭാര്യയും മക്കളൊക്കെ വോട്ട് ചെയ്യുന്ന ആർക്കാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സാധാരണക്കാരൻ എന്താ ഇത് അറിയാത്ത? അറിഞ്ഞു പോയാൽ എന്താ പ്രശ്നം? അതാണ്, അതൊക്കെ ഒരു കുറവാണ് ഗൈസ്, അത് കുറവാണ് ഗൈസ്, മതി.